സമൂഹമാധ്യമങ്ങൾ വഴി ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് പോലീസിൽ പരാതി നൽകി. കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി. നവകേരള യാത്രയ്ക്കിടെ കായംകുളത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപിനെതിരെ അരുൺ ഭീഷണി മുഴക്കിയിരുന്നു. സിജോ വിജോൺ വിവരങ്ങൾ നൽകും. സിജോ, എന്താണ് ഈ സന്ദീപിന്റെ പരാതിയിൽ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള സന്ദീപിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നത്. അത് ഒരു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കെഎസ്യുവിന്റെ ഒക്കെ നേതാക്കൾ ഇത് വിടാൻ തയ്യാറായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇതിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ച സജീവമാകുകയും ചെയ്തിരുന്നത്. അത്തരം ചർച്ചകൾക്കിടയിലാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം രൂക്ഷമാകുകയും ചെയ്തിരുന്നത്. കെഎസ്യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള അരുണാണ് അത്തരത്തിലൊരു പോസ്റ്റ് ആദ്യമായി ഇടുന്നത്. സാറേ സുഖമല്ലേ, സൂഹിക്കാൻ പോകുന്നതേ ഉള്ളൂ, 22 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങിയിരുന്നത്. ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ രക്തം കൊണ്ട് എഴുതിയിരിക്കുന്ന കണക്കുകൾ ഒരുപാടുണ്ട്, ആ കണക്കുകളൊക്കെ നമുക്ക് തീർക്കണ്ടേ സാറേ എന്നതായിരുന്നു അരുണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ പോസ്റ്റുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് നിരവധി പോസ്റ്റുകളുമുണ്ട്. ടോം കുര്യാക്കോസ്, അതോടൊപ്പം തന്നെ സാജൻ, അത്തരത്തിലുള്ള നിരവധി ആളുകളുടെ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെയാണ് ഈ പരാതികൾക്കൊപ്പം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ സന്ദീപ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, തനിക്കെതിരായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രചരണമാണ് ഇതിൽ നടക്കുന്നത്. താൻ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു എന്നുള്ളൊരാണ് കാര്യമാണ് ഈ പരാതിയിൽ പറയുന്നത്. താൻ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചിട്ടില്ല. ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി അത് തടഞ്ഞ പ്രവർത്തകരെ ലാത്തി കൊണ്ട് വീശിയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ സൈബർ ആക്രമണം നടക്കുന്നു, അത് തനിക്കും തന്റെ കുടുംബത്തിനും വലിയ തോതിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഇതിൽ കേസെടുത്ത് അന്വേഷണം ഉണ്ടാവുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, സിജോ വിജോണാണ് വിവരങ്ങൾ നൽകിയത്.